USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്രിയപ്പെട്ട കൂട്ടുകാരെ, USSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2015, 16, 17 എന്നീ വർഷങ്ങളിലെ USSന് ഉറുദു പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഇതിനകം നാം പരിചയപ്പെട്ടു. ഇന്ന് 2018 ചോദ്യങ്ങളാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വത്തൻ കാ ഹം ആവാസ് ലഫ്സ് ഹെ. സബാൻ, കിസാൻ, ഗുമാൻ, ചമൻ. വത്തൻ എന്നതിൻ്റെ സമാന ശബ്ദപദം ഏത് എന്നതാണ്. സബാൻ, കിസാൻ, ഗുമാൻ എന്നിവ ഹം ആവാസ്. ചമൻ എന്നതാണ് വത്തൻ എന്നതിൻ്റെ ഹം ആവാസ് ലഫ്സ് അഥവാ വത്തൻ എന്ന സമാന ശബ്ദത്തിൽ വരുന്ന പദമാണ് ചമൻ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, കോൺസാ ജോഡ് സഹി നഹി ഹെ. ശരിയായ ജോഡി അല്ലാത്തത് ഏതാണ്. സോന ഔർ ചാന്തി. സോന ഔർ ചാന്തി എന്നാൽ സ്വർണവും വെള്ളിയും. കൗവെ ഔർ ബക്കരെ. കാക്കയും ആടും. രാത്ത് ഔർ ദേൻ. രാത്രിയും പകലും. ചാന്ത് ഔർ താരെ. ചന്ദ്രനും നക്ഷത്രങ്ങളും. ഇവയിൽ 3 ശരിയായ ജോഡികളാണ്. സ്വർണവും വെള്ളിയും, രാത്രിയും പകലും, ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ജോഡിയായിട്ടാണ്. എന്നാൽ അതുപോലെയല്ല കൗവെ ഔർ ബക്കരി. ഒന്ന് കാക്കയാണ്, മറ്റൊന്ന് ആടാണ്. രണ്ടും വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. ശരിയായ ജോഡി അല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മസ്ഹബ് നഹി സിഖാത്ത ആപസ് മേം ബൈർ രഖ്ന. ഹിന്ദി ഹെ ഹം വതൻ ഹെ ഹിന്ദുസ്ഥാ ഹമാര. യേ കിസ്കാ ഷേർ ഹെ. മസ്ഹബ് നഹി സിഖാത്ത എന്ന് തുടങ്ങുന്ന ഈരടികൾ ആരുടേതാണ്, ഏത് കവിയുടേതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ജഗന്നാഥ് ആസാദ്. ഓപ്ഷൻ ബി മുഹമ്മദ് ഇഖ്ബാൽ. ഓപ്ഷൻ സി തിലോക് ചന്ദ് മെഹ്റൂം. ഓപ്ഷൻ ഡി മുഹമ്മദ് കലീം സിയ. 4 കവികളുടെ പേര് നൽകിയിട്ടുണ്ട്. മസ്ഹബ് നഹി സിഖാത്ത എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സാരേ ജഹാ സെ അച്ഛ എന്ന് തുടങ്ങുന്ന പദ്യത്തിൽ നിന്നുള്ള അവസാനത്തെ 2 വരികളാണ്, പ്രധാനപ്പെട്ട 2 വരികളാണ്. ഇവ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ വരികളാണ്. ഓപ്ഷൻ ബി മുഹമ്മദ് ഇഖ്ബാൽ എന്നതാണ് ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യം, ജോർദാർ ബാരിഷ് കി വജഹ സെ ഡാഷ് ആതാ ഹെ. ജോർദാർ ബാരിഷ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ. വജഹ സെ കാരണം കൊണ്ട്. അതിശക്തമായ മഴയുടെ കാരണത്താൽ ഡാഷ് ആതാ ഹെ. ഡാഷ് വരുന്നു. എന്ത് വരുന്നു? ഓപ്ഷൻ നോക്കൂ. ഷറാബ്, ആഫ്താബ്, സേലാബ്, മെഹ്താബ്. ശക്തമായ മഴ പെയ്താൽ അറിയാം വെള്ളപ്പൊക്കമാണ് വരിക. ഓപ്ഷൻ സി ആണ് സേലാബ് എന്നതാണ് ശരിയായ ഉത്തരം. സേലാബ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. 5ാമത്തെ ചോദ്യം, ഗ്രൂഹ് മേ നാമുനാസിബ് ലഫ്സ് ഹെ. ഗ്രൂപ്പിൽ നാമുനാസിബായിട്ടുള്ള, യോജിക്കാത്തതായിട്ടുള്ള ഒരു പദം ഉണ്ട്. അതേതാണ് എന്ന് കണ്ടെത്താനുള്ള ചോദ്യമാണിത്. ഓപ്ഷൻസ് നോക്കൂ. ബാര, തേര, ചൗദ, പൗദ. ഇവിടെ 4 പദങ്ങളും ഒരുപോലെയാണ് അവസാനിക്കുന്നത്. ഹായിലാണ് അവസാനിക്കുന്നത്. പക്ഷേ ബാര, തേര, ചൗദ എന്നിവയെല്ലാം നമുക്ക് അറിയാം, ഇവയെല്ലാം നമ്പറുകളാണ്, നമ്പേഴ്സാണ്. എന്നാൽ പൗദ എന്നത് ഒരു അക്കമല്ല, ഒരു നമ്പറല്ല. അതുകൊണ്ട് തന്നെ
കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത് ഓപ്ഷൻ ഡി പൗദ എന്നതാണ്. അടുത്തത് ഒരു പഹേലിയാണ്. പഹേലി വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. പഹേലി നോക്കാം. ഖറച്ച് കരേ തോ ബഡ് ജാത്ത ഹെ. ചെലവഴിക്കും തോറും വർദ്ധിക്കും. ചെലവാക്കിയാൽ കൂടിക്കൊണ്ടിരിക്കും. ഡാക്കു ഉസ്കോ ലോട്ട് ന പായെ. കൊള്ളക്കാർ കവർന്നെടുത്ത് കൊണ്ടുപോകില്ല. കൊള്ളക്കാർക്ക് കവർന്നെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. ചോറോം കെ ബി ഹാത്ത് ന ആയെ. അതുപോലെ തന്നെ മോഷ്ടാക്കളുടെ കൈകളിലും ഇത് എത്തൂല. സബ് ലോഗോം കെ കാം ആത്താ ഹെ. എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ആവശ്യമുണ്ട്. എന്താണിത് എന്നതാണ് പഹേലി. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. പഹേലി കേട്ടല്ലോ. ഇനി ഓപ്ഷൻസ്: സോന സ്വർണം, ചാവൽ അരി, ഇൽമ് അറിവ്, പൈസ പൈസ. അപ്പോൾ കൊള്ളക്കാരൻ കൊള്ളയടിച്ച് കൊണ്ടുപോവാത്തത്, മോഷ്ടാക്കൾ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തത്, ചെലവഴിക്കും തോറും വർദ്ധിക്കുന്നത്, എല്ലാ ആളുകൾക്കും ആവശ്യമായി വരുന്നത്. ഇവ നാലും കൂടി ഒരുമിച്ച് കൂടിയത് സ്വർണമോ ചാവലോ പൈസയോ അല്ല. ഇൽമ്, ഓപ്ഷൻ സി ഇൽമ് അറിവാണ്, വിജ്ഞാനമാണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം. മേ പഹാഡ് കി ഊഞ്ചായി സെ നിക്കൽത്തി ഹൂം. മേ പഹാഡ് കി ഊഞ്ചായി സെ നിക്കൽത്തി ഹൂം. ഞാൻ പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്ന് പുറപ്പെടും. സമന്ദർ മേ മിൽത്തി ഹൂം. സമുദ്രത്തിൽ ഞാൻ കൂടിച്ചേരും. ബതായിയെ മേ കോൻ ഹൂം. ഞാൻ ആരാണെന്ന് പറഞ്ഞാലും. ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. നദി, നാവ്, നാഗ്, ആഗ്. നദി, നാവ്, നാഗ്, ആഗ്. 4 ഓപ്ഷൻസ് ഉണ്ട്. പർവ്വതത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് സമുദ്രത്തിൽ കൂടിച്ചേരുന്നത് ഓപ്ഷൻ എ നദി എന്നതാണ് ശരിയായ ഉത്തരം. എട്ടാമത്തെ ചോദ്യം. കബൂത്തർ കി ആവാസ് ഹെ. കബൂത്തർ, കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ്, പ്രാവിൻ്റെ ശബ്ദം. ഓപ്ഷൻസ്: ടീൻ 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 ടീൻ, കായെ കായെ, ഊട്ടറോം ഊട്ടറോം, ചൂ ചൂ. ഇവയിൽ കബൂത്തറിൻ്റെ ശബ്ദം, പ്രാവിൻ്റെ ശബ്ദം ഊട്ടറോം ഊട്ടറോം എന്ന മൂന്നാമത്തേതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ടീ ടീ എന്നത് തോത്തയുടേതും കായ എന്നത് കാക്കയുടേതുമാണല്ലോ. ഒൻപതാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. തിരങ്ക ജണ്ടേ മേ അശോക് ചക്ര ഹെ. തിരങ്ക ജണ്ട എന്ന് പറഞ്ഞാൽ ത്രിവർണ പതാക. ത്രിവർണ പതാകയിൽ അശോക ചക്രമുണ്ട്. അശോക് ചക്ര കാ രംഗ് ക്യാ ഹെ. അശോക് ചക്രത്തിൻ്റെ നിറം എന്താകുന്നു? ഓപ്ഷൻസ് നോക്കൂ. പീല, നീല, കാല, ലാൽ. ഓപ്ഷൻസ്: പീല, നീല, കാല, ലാൽ. അശോക് ചക്ര കാ രംഗ് നീല ഹെ. അശോക് ചക്ര കാ രംഗ് നീല ഹെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പത്താമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കേരള മേരെ നാം സെ മഷൂർ ഹെ. കേരള മേരെ നാം സെ മഷൂർ ഹെ. എൻ്റെ പേര് കൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ളത്, പ്രശസ്തമായിട്ടുള്ളത്. ലോഗ് മേരാ പാനി പീത്തെ ഹെ. ആളുകൾ എൻ്റെ വെള്ളം കുടിക്കുന്നു. കേരളത്തിലുള്ള ആളുകൾ എൻ്റെ വെള്ളം കുടിക്കുന്നു. മുജ്സെ സാലൻ പക്കാത്തെ ഹെ. എന്നെക്കൊണ്ട് അവർ സാലൻ ഉണ്ടാക്കാറുണ്ട്, പാകം ചെയ്യാറുണ്ട്. ബത്തായിയെ മേ കോൻ ഹൂം എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ്: അനാർ, അങ്കൂർ, നാരിയൽ, നാരങ്ങി. അനാർ, അങ്കൂർ, നാരിയൽ, നാരങ്ങി. അനാർ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴം. അങ്കൂർ എന്ന് പറഞ്ഞാലോ മുന്തിരി. നാരിയൽ നാരിയൽ തേങ്ങ. നാരങ്ങി ഓറഞ്ച് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം
പ്രശസ്തമായിട്ടുള്ളത്? നാരിയൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, നാരിയൽ തേങ്ങ. ചോദ്യം നമ്പർ 12. ഹിന്ദുസ്ഥാൻ കാ ഖൗമി ഖേൽ ഹെ. ഹിന്ദുസ്ഥാൻ, ഇന്ത്യ, ഇന്ത്യയുടെ ഖൗമി ഖേൽ, ദേശീയ വിനോദം ഏത്? ദേശീയ കളി ഏത്? കഴിഞ്ഞ ഒരുപാട് ചോദ്യപേപ്പറുകളിൽ നാം ചർച്ച ചെയ്തതാണിത് അല്ലേ? തേരാക്കി, ഹാക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ. തേരാക്കി എന്ന് പറഞ്ഞാൽ നീന്തൽ, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ. ഹോക്കി എന്നതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി ഹോക്കി. 13ാമത്തെ ചോദ്യം. കോൻസാ ജുംല ഷഹർ സെ താല്ലുഖ് രഖ്താ ഹെ. ഇവയിൽ ഏതു സെൻറ്റൻസാണ് ഷഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. ഇവയിൽ 3 ഗാവുമായി ബന്ധപ്പെട്ടതാണ്, ഗ്രാമവുമായി ബന്ധപ്പെട്ടതാണ്, 1 പട്ടണവുമായി ബന്ധപ്പെട്ടതാണ്. അതേതാണ് എന്നതാണ് ചോദ്യം. ചാറോ തരഫ് ഹരേ ഭരേ ഖേത്ത് ഹെ. 4 ഭാഗത്തും, എല്ലാ ഭാഗത്തും, ഹരേ ഭരേ ഖേത്ത് ഹെ, പച്ച നിറഞ്ഞ വയലാണ്. അതെവിടെയാണ് കാണുക? അത് ഗാവിലാണ്, ഗ്രാമത്തിലാണ് വയലുകൾ കൂടുതലായി കാണുക. 2ാമത്തെ ഓപ്ഷൻ നദി നാലോ മേ സാഫ് ഷഫാഫ് പാനി ഹെ. നദികളിലും തോടുകളിലും മറ്റ് ജലാശയങ്ങളിലുമെല്ലാം സാഫ് ഷഫാഫ് പാനി, വളരെ വൃത്തിയുള്ളതും തെളിഞ്ഞതുമായ വെള്ളമാണുള്ളത്. അതും ഗ്രാമത്തിലാണ് കൂടുതൽ അങ്ങനെ കാണുക. 3ാമത്തേത് അക്സർ ലോഗ് കിസാൻ ഹെ. ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. ഗ്രാമത്തിലുള്ള ഭൂരിഭാഗം ആളുകൾ കർഷകരായിരിക്കും. അവസാനത്തെ ഓപ്ഷൻ ബഡി ബഡി ഇമാറത്തെ ഓർ കാർഖാനെ ഹൈ. വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ ഫാക്ടറികളുമുണ്ട്. ഇത് ഗ്രാമത്തിൽ ഉണ്ടായിരിക്കില്ല. ഗ്രാമത്തിൽ വലിയ വലിയ ഇമാറത്തുകളും ഫാക്ടറികളും ഉണ്ടാവില്ല. ഫാക്ടറികളും വലിയ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളെല്ലാം കാണുന്നത് പട്ടണത്തിലായിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 14. 14ാമത്തെ ചോദ്യം. ലാൽ കില ഓർ കുത്തബ് മിനാർ കഹാ വാഖെ ഹെ. ലാൽ കിലയും, ലാൽ കില എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണല്ലോ, കില എന്ന് പറഞ്ഞാൽ കോട്ട, ചുവന്ന കോട്ട അഥവാ ചെങ്കോട്ടയും കുത്തബ് മിനാറും കഹാ വാഖെ ഹെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഖെ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ 4 ഓപ്ഷനുകളിൽ ലാൽ കിലയും കുത്തബ് മിനാറും സ്ഥിതി ചെയ്യുന്നത് ദില്ലിയിലാണ്. ഓപ്ഷൻ സി ദില്ലി എന്നതാണ് ശരിയായ ഉത്തരം. അവസാനത്തെ ചോദ്യം. സഹി ജുംല കോൻസാ ഹെ. ശരിയായ സെൻറ്റൻസ് ഇവയിൽ ഏതാണ്? ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. സഹി ജുംല എന്ന് പറഞ്ഞാൽ ശരിയായ സെൻറ്റൻസ് തിരഞ്ഞെടുത്ത് എഴുതുക. 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. മേരാ ബേട്ട അച്ഛാ ഹെ. 2ാമത്തതിൽ മേരെ ബേട്ടെ അച്ഛാ ഹെ. 3ാമത്തതിൽ മേരെ ബേട്ട അച്ഛി ഹെ. 4ാമത്തത് മേരാ ബേട്ട അച്ഛേ ഹെ. എൻ്റെ മകൻ നല്ലതാണ് എന്നതാണ് ശരിയായ അർത്ഥം. എൻ്റെ മകൻ നല്ലതാണ്, നല്ലവനാണ് എന്നതാണ് ഇതിൽ ശരിയായ ഉത്തരം. മേരാ ബേട്ട അച്ഛാ ഹെ എന്ന ആദ്യത്തേത് തന്നെയാണ്. മേരെ ബേട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളായി മാറും. എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മക്കളുള്ളത് കൊണ്ട് തന്നെ അച്ഛാ ഹെ എന്ന് പറയാൻ പറ്റില്ല. അവിടെ അച്ഛേ ഹൈ എന്നാണ് വരിക. മേരെ ബേട്ടെ അച്ഛേ ഹൈ. അതുപോലെ 3ാമത്തേൽ മേരെ ബേട്ട അച്ചി ഹെ. അച്ചി ഹെ എന്തായാലും വരില്ല, കാരണം അച്ചി എന്നത്
സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്. ബേട്ടി എന്നതിന് ഉപയോഗിക്കുന്നതാണ്. നാലാമത്തേൽ മേര, ബേട്ട, അച്ഛേ, ഹെ. അച്ഛേ എന്ന് വരുമ്പോൾ എന്തായാലും അവസാനം ഹൈ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ശരിയായ പ്രയോഗം, ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഓപ്ഷൻ എ മേര ബേട്ട അച്ഛാ ഹെ എന്നതാണ്. എല്ലാ ചോദ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി USS പരീക്ഷയ്ക്കായി ഒരുങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്.